കാത്തുകൊണ്ടിരിക്കും നാഥനു കാഴ്ചയേകാൻ കിഴക്കുള്ള ശാസ്ത്രികൾ മൂന്നും. പിന്നും താരം മാറി കണ്ടു, താരം നോക്കി യാത്രയായി വേദനയെ പുൽക്കൂട്ടിൽ വന്നു. പിന്നും താരം മാറി കണ്ടു, താരം നോക്കി യാത്രയായി വേദനയെ പുൽക്കൂട്ടിൽ വന്നു. വേദനയെ പുൽക്കൂട്ടിൽ വന്നു. ഈശോ വിശേഷം സ്ഥിരീകരിക്കട്ടെ. ആട്ടിരിയന്മാർ പരസ്പരം പറഞ്ഞു, നമുക്ക് ബത്ലഹേം വരെ പോകാം. കർത്താവ് നമ്മെ അറിയിച്ച ഈ സംഭവം നമുക്ക് കാണാം. അവർ അതിവേഗം പോയി. ബത്ലഹേം എന്നാൽ അപ്പത്തിന് ഭവനം എന്നാണ് അർത്ഥം. ജനത്തിന്റെ അപ്പമായി തീരുന്നവനാണ് ഈശോ. അവിടുന്ന് സ്വയം വിശേഷിക്കുന്നതിന് ഞാൻ ജീവന്റെ അപ്പമാണത്രേ. അപ്പമാകാൻ വന്നവൻ പിറന്നത് അപ്പത്തിന്റെ ഭവനത്തിൽ. ശക്തനും ബലഹീനനുമുള്ള അപ്പമായാണ് ക്രിസ്തു പിറന്നത്. പാവിക്കും വിശുദ്ധനും ഒരുപോലെ ആസ്വദിക്കാവുന്ന അപ്പമാണ് അവിടുന്ന്. ബത്ലഹേം നായകൻ വിളമ്പുന്ന ഭക്ഷണപാനീയങ്ങൾ നമ്മെ ഓരോരുത്തരെയും നിത്യത്തിലേക്ക് നയിക്കുന്നവയാണ്. ഈ അപ്പം ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല എന്നാണല്ലോ അവിടുന്ന് അരുളപ്പാടുണ്ടായത്. നിത്യത്തിലേക്ക് നയിക്കുന്ന ബത്ലഹേമിലെ അപ്പം തേടാൻ ഓരോ ക്രിസ്തുമസും നമ്മെ ക്ഷണിക്കുന്നു. ഓരോ ക്രൈസ്തവരും എല്ലാ ദിവസവും ബത്ലഹേം വരെ പോകണം. തിരുവോസ്തിയിലടുത്ത് സാന്നിധ്യം അനുഭവിച്ച് തൃപ്തരാകണം. ബത്ലഹേം നായകനെ ഭക്ഷിച്ച് തൃപ്തിയടഞ്ഞവർ വിശക്കുന്നവരെ അപ്പത്തിൻ്റെ നാട്ടിലേക്ക് ക്ഷണിക്കണം. വരൂ, നമുക്ക് ബത്ലഹേം വരെ പോകാം. ഓ ഉണ്ണീശോയെ, നിന്റെ ശാന്തതയും എളിമയും എനിക്ക് തരണമേ. ആമേൻ.